കൊച്ചിയിൽ 12,000 നർത്തകർക്ക് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വാഗ്ദാനം ചെയ്ത മൃദംഗ വിഷൻ പ്രവർത്തിക്കുന്നത് വയനാട് മേപ്പാടിയിലെ ഒരു ചെറിയ കടമുറിയിലാണ്. മേപ്പാടി ടൗണിലെ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ആണ് ഈ കടമുറി. പുറത്ത് ആകെയുള്ളത് മൃദംഗ വിഷൻ എന്നെഴുതിയ ഒരു ബോർഡ് മാത്രം. ബോർഡിൽ ഫോൺ നമ്പർ പോലുമില്ല. ഓഫീസിലുള്ളത് 2 കസേരകൾ മാത്രം. 1-2 സ്റ്റാഫ് വരാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്ന് ആരെയും കണ്ടിട്ടില്ലെന്നും പരിസരവാസികൾ പറഞ്ഞു. അന്വേഷിക്കുമ്പോൾ മാഗസിൻ തയ്യാറാക്കുകയാണ് ജോലിയെന്ന് പറഞ്ഞുവെന്നും നാട്ടുകാർ പറയുന്നു. ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല. ഇന്നിപ്പോ ഇങ്ങനെ സംഭവം നടക്കണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത്. അങ്ങനെ സ്ഥാപനം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മളിപ്പോൾ അറിയണത്. തോമസിന്റെ വാർത്ത വന്നപ്പോഴാണ് ഇപ്പൊ അറിയണത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് അറിയണത് ഇപ്പോഴാണ്. ഇവിടെ അധികം ആർക്കും അങ്ങനെ പരിചയമല്ല അങ്ങനെ ഒരു സംഭവം ഉള്ളത്. സ്റ്റാഫ് ഒരു ലേഡി സ്റ്റാഫ് ഉണ്ട്, പിന്നെ അതിന്റെ ഒരു ഓണർ ഉണ്ട്. പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയാം. കുമാർ അങ്ങനെ എന്തോ ആണ്. ഏകദേശം ഒരു 3 വർഷമൊക്കെ ആയി കാണും. മാഗസിൻ റിപ്പോർട്ടറാണ്, അങ്ങനെ എന്തോ ആണ്, കൃത്യമായിട്ട് അറിയില്ല. അനീസ് അലി ചേരുന്നുണ്ട്. അനീസ് അലി, കോടികളുടെ ഇവന്റ് നടത്തിയ ആളുകളാണ്. അവിടെ കണ്ട കാഴ്ചകൾ ഒന്ന് വിവരിക്കാമോ? മറ്റൊന്ന്, അവിടുത്തെ ആളുകൾ, നാട്ടുകാർ ഇവരെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇവരാരാണ്, എന്താണ് ഇവർക്ക് പിന്നിൽ ആരാണ്? എന്തെങ്കിലും വിവരങ്ങൾ പരിസരത്തുള്ളവർക്ക് അറിയാമോ? നമ്മളിപ്പോൾ സംസാരിച്ച ആ 2 പേരും പറഞ്ഞത് തന്നെയാണ് ഈ ബിൽഡിങ്ങിലുള്ള എല്ലാ ആളുകളും പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഈ മേപ്പാടിയിലെ ഇവരുടെ സ്ഥാപനം പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിലാണ്. അതിൽ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം മാത്രമാണ് ഇങ്ങനെ ഒരല്പം വൃത്തികേടായി കിടക്കുന്നത്. എന്ന് വെച്ചാൽ വൃത്തിയാക്കിയിട്ടോ അല്ലെങ്കിൽ അടിച്ചു വാരിയിട്ടോ ഒന്നും ഇല്ല. ഇവിടേക്ക് ആളുകൾ വന്നിട്ട് തന്നെ കുറേ ദിവസങ്ങളായി എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷമുള്ളത്. ഈ ബിൽഡിങ്ങിൽ മറ്റെല്ലാ സ്ഥലങ്ങളും, പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ദന്താശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്, അതൊക്കെയും പ്രവർത്തിക്കുന്നു. അതേസമയം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതിങ്ങനെ മണ്ണും പൊടിയായി കിടക്കുന്നത്, ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല, അടുത്തൊന്നും ഇവിടേക്ക് ആരും വന്നിട്ടില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലാണ്. ഇവിടെ മുഴുവൻ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഉള്ളിലേക്ക് ഇതൊരു ഗ്ലാസ് ആണ്. ആ ഗ്ലാസ്സിലൂടെ നമ്മൾ നോക്കിയാൽ, ഒരു കറുപ്പ് ഗ്ലാസ് ആണ്, അതിലൂടെ നോക്കിയാൽ ഉള്ളിൽ കാണാവുന്ന, സൂക്ഷിച്ച് നോക്കിയാൽ 2 കസേര കിടക്കുന്നത് കാണാം. 2 കസേരയും ഒരു മേശയും കിടക്കുന്ന ഒരു കടമുറി, ഒരു ചെറിയൊരു കടമുറി അത്ര മാത്രമാണ് അതിനകത്തുള്ളത്. അതിലൊരു ഫാനും പിന്നെ ഒരു ഫോട്ടോയും കാണുന്നുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ഇത് ഒരു സ്ഥാപനം, ഈ പറഞ്ഞ കോടികളുടെ ഇവന്റ് നടത്തിയ ഒരു സ്ഥാപനത്തിന്റെ ഓഫീസാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഉള്ളത് ഈ ഒരു ബോർഡ് മാത്രമാണ്. മൃദംഗ വിഷൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു V അടയാളവും ഉള്ള ഒരു ബോർഡ്. അത് ഒരു ചെറിയ ബോർഡ്, അതിലൊരു ഫോൺ നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ ഒന്നുമില്ല. പിന്നെ അതിന്റെ താഴെ കാണുന്നതാണ് ഈ പഴയ കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞിട്ടുള്ള ചാക്ക് പോലെയുള്ള കൊട്ടകളും, അതുപോലെ പൊട്ടിയ ടൈലിന്റെ കഷ്ണങ്ങളും, ചാക്ക്, കൊട്ട തുടങ്ങിയ വേസ്റ്റ് ആയിട്ടുള്ള പണി ഉപകരണങ്ങളും പൈപ്പും ഒക്കെ പൊട്ടിക്കിടക്കുന്ന, പിന്നെ കുറെ ഗ്ലാസുകൾ പൊട്ടിക്കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത്രയും കോടികളുടെ ഇവന്റ് നടത്തുന്ന, അതായത് 12,000-ഓളം പേർക്ക് ഗിന്നസ് റെക്കോർഡ് നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളിൽ നിന്ന്, കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് വരെ 3,000 രൂപയൊക്കെ ടിക്കറ്റ് നൽകിക്കൊണ്ട് ഇവന്റ് നടത്തിയ വലിയൊരു ടീമിന്റെ ഓഫീസാണ് ഇത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഓഫീസ് എങ്കിൽ നാട്ടുകാർ ഞെട്ടുന്നു. ഇവരാണ് ഇതിന്റെ പിന്നിലെങ്കിൽ എങ്ങനെയാണ് സ്പോൺസേഴ്സ് ആണോ നടത്തിയത്, ഇവരുടെ മറവിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി തെളിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.